ഹായ് ഫ്രണ്ട്സ്, ആൻസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ കുടംപുളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുടംപുളി മീൻ കറി വെക്കുന്ന പോലെ കറി വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുടംപുളി കൊഴിഞ്ഞ് വീണിട്ടുണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ താഴെ ഉണ്ടാവും, അതൊന്ന് നമുക്ക് പറിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ കുടംപുളി മരം. ഇത് പച്ച കേട്ടോ, ഇത് പഴുത്തിട്ടില്ല. എന്താ ഉണ്ടോ പച്ചപ്പുറത്തോ വെയിൽ ഇറക്കുന്നു പറഞ്ഞ വേണ്ടിട്ടുണ്ട്. നമുക്ക് ബാക്കി പറിക്കണം. അത് പിടിച്ചോ, നമുക്ക് കാന്താരി ഉണ്ടാകും പറഞ്ഞു. മഴയായതുകൊണ്ട് കാന്താരിയിൽ ഇഷ്ടം പോലെ കാന്താരി ഉണ്ട്. നമ്മളെ തോട്ടത്തിലൊക്കെ ഇഷ്ടംപോലെ കാന്താരി ഉണ്ട്. കൈയൊന്നും കൂടെ അങ്ങനെ കണ്ണി തേക്കണം. കാന്താരി തൽക്കാലം ഇത് മതി, ബാക്കി അവിടെ നിൽക്കട്ടെ. ഈ വെള്ളത്തേക്ക് പോന്ന് പോയിട്ടാണ്ട യക്ഷിയോ? ഒരു പല്ല് മാത്രം പുറത്ത് കാണുന്നു. എന്താ യക്ഷിയോ? ഒരു പല്ല് മാത്രം പുറത്തിട്ടേക്കുന്നത്. നോക്കട്ടെ വല്ല നോക്കട്ടെ. ആ, 2 പല്ലുണ്ട്. എന്താ യക്ഷിയോ? യക്ഷിയല്ല. യക്ഷിന് മാറി 2 പല്ല് പുറത്തോട്ടിരിക്കുന്നത്. എന്താ വല്ല കാറിനടി ഇറങ്ങിക്കേ. വാ വാ. അപ്പം നമുക്ക് മീനില്ലാത്ത മീൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടി കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു സവോള, കാന്താരി, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയേ ഉള്ളൂ കേട്ടോ. പിന്നെ കാന്താരിക്ക് പകരം പച്ചമുളക് എടുത്തോളൂ. ഞാൻ കാന്താരി കിട്ടിയപ്പോൾ കാന്താരി എടുത്തേ ഉള്ളൂ. അപ്പം നമുക്ക് കുടംപുളീൻ്റെ ഉള്ളിലെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി പഴുത്ത കുടംപുളി വീട്ടിലില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഇത് കറി ഉണ്ടാക്കാതിരിക്കണ്ട. ഉണങ്ങിയ കുടംപുളി വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഈ കുടംപുളീൻ്റെ ഉള്ളിലെ ഈ കുരു തിന്നു കേട്ടോ. കുരുവല്ല, അതിനുള്ളിൽ ആ പൾപ്പ് പോലെ സാധനമില്ലേ, അത് പിന്നെ നല്ല ടേസ്റ്റാണ്, പുളിയും മധുരവും. അപ്പം ഞാനിതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലോട്ട് ഞാൻ പുളിയും ഉള്ളിയും എല്ലാം കൂടി അരിഞ്ഞിടാൻ പോവാണ്. നിങ്ങൾ ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ ചട്ടി എടുത്തോളൂ. ഏത് പാത്രത്തിലാണോ മീൻ കറി വെക്കുന്നത് ആ പാത്രം എടുത്തിട്ട് അതിലോട്ട് അരിഞ്ഞിടാം. ഞാൻ സാധാരണ ചട്ടിയിലാണ് മീൻ കറിയൊക്കെ വെക്കാറ്. ഇന്നിപ്പോൾ ഞാൻ ഈ പാൻ എടുത്തേ ഉള്ളൂ. ഞാൻ പിന്നെ അയില കറി വെക്കുന്ന, ഇതേപോലെ തേങ്ങ അരച്ച് കറി വെക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരൊന്ന് പോയി കണ്ടോളൂ. പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളി അയിലക്കറി വെക്കുന്ന ഒരു വീഡിയോ ആയിരുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഈ ചട്ടിയിലോട്ട് അരിഞ്ഞിടാം. അതെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി,
പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി കൂടുതൽ എരിവ് വേണമെന്നുള്ളവർ കൂടുതൽ ഇട്ടോളൂ. ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടും കൂടെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറഞ്ഞ എരിവിലാണ് എപ്പോഴും കറികൾ ഉണ്ടാക്കാറ്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നികക്കെ വെള്ളം ഒഴിച്ചോളൂ. എന്നിട്ട് ഇത് വേകുന്ന ഇടം വരെ തിളപ്പിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. നല്ലപോലെ മൂടി വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് പിന്നെ 3 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഇട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരിക്കുന്ന പുളിയും തക്കാളിയും ഒക്കെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരപ്പെല്ലാം കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കണം. നല്ലപോലെ പുളിയും തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഒന്ന് ഉടയണം കേട്ടോ. അത്രയും നേരം ഒന്ന് വേവിക്കണം. അത്രയും വെന്തതിന് ശേഷമാണ് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പ് നമുക്ക് ചാറ് എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നീട്ടിയോ കുറുക്കിയൊക്കെ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നല്ലപോലെ കുറുകിയിരിക്കുന്ന സ്ട്രക്ചറിലാട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്നും കൂടെ മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന ഇടം വരെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാൻ പോവാണ്. നമ്മുടെ മീനില്ലാത്ത മീൻകറി റെഡി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കും മീനില്ലാത്തതിന് എന്ത് ടേസ്റ്റാണെന്ന്. പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ആ കുടംപുളീൻ്റെ ടേസ്റ്റ് ആയിരിക്കും. കുടംപുളി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. നമുക്ക് വണ്ണം കുറയാനും വയറ് കുറയാനും ഒക്കെ കുടംപുളി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പ്രസവം കഴിഞ്ഞ് കിടക്കുന്നവരൊക്കെ ഇങ്ങനത്തെ കുടംപുളി വെച്ചിട്ട് കറി ഉണ്ടാക്കി കഴിച്ചൊക്കെ സൂപ്പറാണ് കേട്ടോ. വയറൊക്കെ കുറയാൻ നല്ല സാധനമാണ്. വണ്ണമൊക്കെ കുറയും, കൊളസ്ട്രോളൊക്കെ കുറയുന്നതാണ് പറയുന്നത്. കുടംപുളിക്ക് അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മീൻകറിയൊക്കെ തിളച്ച് സെറ്റായി വന്നു. ഞാൻ അതിലോട്ട് കടുക് താളിച്ചിട്ടു. ചെറിയുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ കടുക് താളിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല മണമാണ് കേട്ടോ ഇപ്പോൾ ഈ മീൻകറിക്ക്. നമുക്കിത് മീനില്ലാതെ നമുക്ക് ഈ ഒരു കറി മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറുണ്ടാൻ കഴിയും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കുടംപുളി വീട്ടിലുള്ളവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ മീനില്ലാത്ത മീൻകറി അടിപൊളി മീൻകറി അങ്ങനെ തന്നെ പറയണം. അടിപൊളി മീൻകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഞെക്കി ഓൾ എന്ന ബട്ടണും കൂടി ഞെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.